ഞാൻ റിച്ച സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഫിഷ് മോളി. ഇത് ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചത് എന്റെ പോണ്ടിച്ചേരിയിലുള്ള സിസ്റ്ററിലോ ഹൈമയിൽ നിന്നാണ്. പക്ഷെ ഞാനൊരു ചെറിയ മോഡിഫിക്കേഷൻ ചെയ്തു. ഹൈമ ഇതിൽ കൊറിയാണ്ടർ ലീവ്സ് ഇടുന്നു, അതിന് പകരം ഞാൻ കറി ലീവ്സ് ഇടുന്നു. കൂടാതെ അഡീഷണൽ ആയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇടാറുണ്ട്. ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഈ ബോർഡിലുണ്ട്, കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 600 ഗ്രാം വൈറ്റ് പോംലെറ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ സോൾട്ട്, 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്. അപ്പോൾ നമുക്കിത് ആദ്യം മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്തിട്ട് നമ്മളൊരു 1/2 hour വെക്കണം. ഞാനൊരു പരന്ന പ്ലേറ്റിലാണ് എടുത്തത്, കാരണം ഇറ്റ് വിൽ ബി ഈസി ഫോർ us. ഇതെല്ലാം കൂടെ ഞാൻ ആദ്യം ഒന്നിക്കുന്നു. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ലൈം ജ്യൂസ് ഒഴിക്കുന്നു. ഇനി ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നു. നിങ്ങൾക്ക് മുളക് പൊടി ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇടാം. പക്ഷേ കറി വെച്ച് കഴിയുമ്പോൾ അതിന്റെ ചുവന്ന കളറ് കാണാനൊരു രസമില്ല. ഇനി നമ്മൾ ഫിഷ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെക്കരുത്. നമ്മൾ ഫിഷ് എടുത്ത് ഇത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിടിപ്പിക്കുക. അപ്പം ഈ വരഞ്ഞു വെച്ചതിന്റെ ഇടയിലേക്ക് മസാല പൊക്കോളും. മസാല എല്ലാം കൂടെ ഫിഷിന്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്യുമ്പോൾ ഈവനായിട്ട് എല്ലായിടത്തും ചെല്ലത്തില്ല. അതുകൊണ്ട് ഞാൻ വറക്കാനാണേലും കറി വെക്കാനാണേലും ആദ്യം ഇതിന്റെ മസാല ഒരു കട്ടോരിയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കും. ഇനി ഇത് ഒരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യട്ടെ. ഈ ഫിഷ് പകുതി വറുത്തെടുക്കാം. ഇത് 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ, നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സവോള, 4 സ്ലിറ്റ് ചെയ്ത പച്ചമുളക്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡർ, ഒരു വലിയ ടൊമാറ്റോ കട്ട് ചെയ്തത്, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ലൈം ജ്യൂസ്. അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിക്കുന്നതായിരിക്കും. ഒരു കുറച്ച് കരിവേപ്പില, 1-ാം പാല് 200 ml, 2-ാം പാല് 250 ml, 3-ാം പാല് 200 ml. ചൂടായി, നമുക്ക് ഇതിലേക്ക് ഇടാം. ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ ഇതിന്റെ കൂടെ പച്ചമുളക് ഇടുന്നു. ഇത് ഗ്ലാസി ആയിട്ടുണ്ട്, അതായത് ട്രാൻസ്പെറന്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ആ റോ സ്മെല്ല് പോകുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്യണം. ഫിഷിന്റെ അകത്ത് എനിക്ക് ഗരം മസാല പൗഡറിന്റെ ടേസ്റ്റ് എന്റെ ഫാമിലിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഗരം മസാല പൗഡറും ഗരം മസാലയും ഒന്നും ഇടുന്നില്ല. ഇതിലേക്ക് ഞാൻ ഇച്ചിരി കരിവേപ്പില ഇടുന്നു. ആയിക്കൊണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മുടെ മഞ്ഞൾ പൊടി ഇട്ടു, ഉപ്പിടുന്നു, ഇടുന്നു. തക്കാളി എല്ലാവരും മുകളിൽ ഡെക്കറേഷൻ വേണ്ടിയിട്ട് ഇടുന്നത്. പക്ഷെ ഞാൻ ഇത് വേവിച്ച് ഇതിൻ്റെ അകത്ത് അലിയിച്ച് ചേർക്കുന്നുണ്ട്. നമുക്കൊരു സിമ്മിൽ വെച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേനും ഈ തക്കാളി വെന്ത് ഇതിന്റെ കൂടെ അലിഞ്ഞു ചേരും. തക്കാളി ഇതിൻ്റെ അകത്ത് നല്ലപോലെ അലിഞ്ഞു ചേർന്നു. ഇനി നമുക്കിതിലേക്ക് ഈ 3-ാം പാൽ ഒഴിക്കാം. നമുക്കിതൊന്ന് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ചു. ഇതിലേക്ക് നമുക്കിനി
രണ്ടാം പാലൊഴിക്കാം. അരിച്ചു വെച്ചിട്ടുണ്ടാണ്, പക്ഷെ സ്റ്റിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ അരിക്കുന്നുള്ളൂ. ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ നമ്മള് മീന് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇതിലേക്ക് ഇടണം. നമുക്ക് തിളയ്ക്കുന്നിടം വരെ പിന്നെയും വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഇത് തിളച്ചു. അപ്പൊ നമുക്ക് ഈ ഫിഷ് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് എടുത്തിടാം. ഇനി നമ്മൾ ഇത് ഇളക്കരുത്, നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയോ ചെയ്യാവുള്ളൂ. അപ്പൊ നമുക്ക് ഇത് കവർ ചെയ്ത് ഒരു 8 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ഈ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇടുന്നു. ഇളക്കുന്നില്ല, നമ്മളൊന്ന് ചുറ്റിക്കുന്നു. ലാസ്റ്റ് ഇടാനായിട്ട് കുരുമുളക് പൊടി, നാരങ്ങ നീരും, 1 ടീസ്പൂൺ നാരങ്ങ നീരും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ വെച്ചിരുന്നു. പക്ഷെ ഹസ്ബൻഡ് ടേസ്റ്റ് ചെയ്തിട്ട് എരിവും ഉപ്പും പുളി എല്ലാം ഉണ്ട്, ഇതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇനി ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് സിമ്മിൽ വെച്ചിട്ട് ലാസ്റ്റ് പാലൊഴിക്കുന്നു. പാലൊഴിച്ചു കഴിഞ്ഞ് ഒന്നാം പാലൊഴിച്ചു കഴിഞ്ഞ് ഇത് തിളയ്ക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇതിന്റെ പുറത്തേക്ക് നമ്മളൊരു കുറച്ച് കരിവേപ്പില ഇടുന്നു. ഇത് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കുന്നു. നാരങ്ങാ നീര് ഒഴിക്കുന്നില്ല, കാരണം ഓൾറെഡി തക്കാളിയുടെ പൊടിയും നമ്മൾ മാരിനേറ്റ് ചെയ്ത പുളിയും എല്ലാം കൂടെ ഉള്ളത് കൊണ്ട് പുളി ഇനി ഒഴിക്കുന്നില്ല. ഇത് ഇരുന്ന് കുറച്ചങ്ങോട്ട് കുറുകി കഴിയുമ്പോൾ ഞാൻ ഇനിയും കാണിക്കാം. ഇനി നമുക്ക് ഓഫ് ചെയ്യാം, കാരണം ഇത് തിളയ്ക്കരുത്. അപ്പോൾ നമ്മുടെ ഫിഷ് മോളി ഈസ് റെഡി. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയത്, നിങ്ങൾ ഫിഷ് മോളി ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഗ്രേവി ഒത്തിരി തിന്നാണെങ്കിൽ ലാസ്റ്റിൽ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി അത് നിങ്ങൾക്ക് ഒഴിച്ചാല് അതിന്റെ ഗ്രേവി തിക്കായിക്കോളും. എനിക്ക് അതിന്റെ ആവശ്യം വന്നില്ല. ഇതിന്റെ കോമ്പിനേഷൻ അപ്പവും ബ്രെഡും ഒക്കെയാണ്. അപ്പൊ ഞങ്ങള് ബ്രെഡും ഫിഷ് മോളിയും കൂടെ കഴിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.